നമസ്കാരം, ഞാൻ ഡോക്ടർ ഷഹന. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡൈവർട്ടിക്കുലൈറ്റിസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ വൻകുടലിൽ കോളോൺ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട്. ആ കോളോൺ എന്ന് പറയുന്ന പാർട്ടിൽ ഒരു ചെറിയ പൗച്ച് ഉണ്ട്. അതിനെ പറയുന്നതാണ് ഡൈവർട്ടിക്കുലം. ഈ പൗച്ചിന് എന്തെങ്കിലും ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വരുന്നതിനെയാണ് ഡൈവർട്ടിക്കുലൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പം സാധാരണയായിട്ട് ഈ ഡൈവർട്ടിക്കുലത്തിന് ഒരു ഇൻഫെക്ഷനോ ഇൻഫ്ലമേഷനോ വരുന്നതാണ്. ഇതിന് വീക്കം വരികയും അതുപോലെ തന്നെ ഈ ഡൈവർട്ടിക്കുലത്തിന് ടിയർ വരികയും അതിൽ മൈക്രോ പെർഫറേഷൻസ് വരികയും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഓവർഗ്രോത്ത് വരികയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഡൈവർട്ടിക്കുലൈറ്റിസ് ഉണ്ടാവുന്നത്. ലോ ഫൈബർ ഡയറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ, 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ, അമിതമായിട്ടുള്ള വണ്ണം ഉള്ള ആളുകളിൽ, എക്സസൈസ് കുറവുള്ള ആളുകളിൽ, അതുപോലെ തന്നെ സ്മോക്ക് ചെയ്യുന്നതും ആൽക്കഹോള് കഴിക്കുന്നതും ആളുകളിലാണ് കൂടുതലായിട്ടും ഡൈവർട്ടിക്കുലൈറ്റിസ് കാണുന്നത്. ഡൈവർട്ടിക്കുലൈറ്റിസിന്റെ മെയിൻ സിംറ്റം പെർസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ ആണ്. പെയിൻ മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അതും ലോവർ ലെഫ്റ്റ് സൈഡിൽ, പുക്കിളിന്റെ ഒക്കെ ആ ലൈനിലായിട്ട് താഴത്തേക്കായിട്ടായിരിക്കും ഉണ്ടാവുക. വിറയലോട് കൂടിയ പനി ഉണ്ടായിരിക്കും. കോൺസ്റ്റിപ്പേഷനോ ഡയറിയോ രണ്ടായിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. കൂടുതലും കോൺസ്റ്റിപ്പേഷൻ ആയിട്ടാണ് കാണിക്കാറ്. അതുപോലെ തന്നെ മനം പുരട്ടൽ, ഛർദ്ദിക്കാൻ വരിക, ദഹനക്കുറവിൻ്റെ കുറച്ച് സിംറ്റംസ് ആയിട്ട് കാണിക്കും. വയറ് വീർത്ത് നിൽക്കുക, മസിൽ ക്രാമ്പിങ്സ് വരിക വയറിൻ്റെ ഭാഗത്ത്. അതുപോലെ തന്നെ വയറ്റിന്ന് പോകുമ്പം അതിൽ ബ്ലഡിൻ്റെ അംശം കാണുന്നതും ഡൈവർട്ടിക്കുലൈറ്റിസിൻ്റെ ലക്ഷണമാണ്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാറുന്ന ഒരു അസുഖം തന്നെയാണ് ഡൈവർട്ടിക്കുലൈറ്റിസ്. പ്രിവെൻഷനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫൈബർ ഉള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നത്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഹോൾ ഗ്രെയിൻ ഫുഡ്സ്, ബീൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള വെള്ളം കൊടുക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക. പ്ലെയിൻ വാട്ടർ ആണ് കൊടുക്കേണ്ടത്. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യുക. വെയിറ്റ് എപ്പോഴും ഒരു ഹെൽത്തി വെയിറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്മോക്കിങ്ങും ആൽക്കഹോളും ക്വിറ്റ് ചെയ്യുക. ഡൈവർട്ടിക്കുലൈറ്റിസിന് കൂടുതലായിട്ടും സിംറ്റംസ് പെട്ടെന്നൊന്നും കാണിക്കില്ല. സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആകുമ്പം അതിൽ ഭയങ്കരമായിട്ടുള്ള പനിയും വിറയലും അതുപോലെ തന്നെ വേദനയും കാണിക്കും. അങ്ങനത്തെ സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. താങ്ക് യു.